എന്നാലും ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവരായി പോയല്ലോ ഉത്തമ ഈ ബ്ലഡി മല്ലൂസ്. പൊതിഞ്ഞുകെട്ടിക്കൊടുത്ത പൊതിച്ചോറിൻ്റെ നന്ദി പോലും കാണിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ അമ്പരപ്പിക്കുന്ന വിജയവും അതിനൊപ്പം പിണറായി സർക്കാരിന്റെ കൂട്ടത്തോൽവിയും കൂടിയായപ്പോൾ കേരളത്തിൽ ഇടതുമുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭേഷിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ രോക്ഷം തന്നെയാണ് ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് തങ്ങളുടെ അഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്നത്. ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നതും അത്തരത്തിൽ ജനങ്ങൾ പറയുന്ന പല മറുപടികളാണ്. എന്നാലും ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവരായി പോയല്ലോ ഉത്തമ ഈ ബ്ലഡി മല്ലൂസ്. പൊതിഞ്ഞുകെട്ടിക്കൊടുത്ത പൊതിച്ചോറിൻ്റെ നന്ദി പോലും കാണിച്ചില്ലല്ലോ എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പറയുന്നത്. അഞ്ജുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: എന്നാലും ഉണ്ടച്ചോറിന് നന്ദിയില്ലാത്തവരായി പോയല്ലോ ഉത്തമ ഈ ബ്ലഡി മല്ലൂസ്. പൊതിഞ്ഞുകെട്ടിക്കൊടുത്ത പൊതിച്ചോറിൻ്റെ നന്ദി പോലും കാണിച്ചില്ലല്ലോ. ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാത്തത് കൊണ്ട് ഇനിയും 2.5 കൊല്ലം കൈരളി TV-യിൽ ഉണ്ട സിനിമ ഇട്ടാൽ മതിയെന്ന് പൊട്ടാസിനെ അറിയിക്കാൻ കുമാരപിള്ള സാറിനോട് പറഞ്ഞല്ലോ കോട്ടപ്പള്ളി. അതേസമയം പിണറായി സർക്കാരിനെതിരായ ജനവികാരം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് പരാജയം. ഇപ്പോഴിതാ ഭരണപക്ഷത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുന്നത് CPI ആണ്. അതായത് തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിന്റെ പരാജയമാണെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ ജനം നിരാശരാണെന്നും CPI പറയുന്നു. കൗൺസിൽ അംഗം K ശിവരാമനാണ് ഇത് വ്യക്തമാക്കുന്നത്. അതായത് വിലക്കയറ്റം തടയാൻ വിപണിയിൽ ഇടപെടൽ നടത്താൻ കഴിയാത്തതും ക്ഷേമ പെൻഷൻ മുടക്കിയതും ഉദ്യോഗതലത്തിൽ നടക്കുന്ന അഴിമതിയും തിരിച്ചടിയായെന്നാണ് ശിവരാമൻ വ്യക്തമാക്കുന്നത്. ജനങ്ങൾ നിരാശയിലായിരുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നില്ല എന്ന വികാരം സാധാരണ വോട്ടർമാർക്കുണ്ടായിരുന്നുവെന്നും തനിക്ക് തോന്നുന്നത് ഇതാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ 18 മാസ കുടിശ്ശിക വരുത്തിയിരുന്നെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 6 മാസം കുടിശ്ശിക വരുത്തിയാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സല്ല ഈ പാവപ്പെട്ട ജനങ്ങളുടേതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ മാവേലി സ്റ്റോറുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും തിരിച്ചടിയായിരിക്കുന്നു. കമ്പോളത്തിൽ ഫലപ്രദമായി ഇടപെട്ട് വിലക്കയറ്റം തടയാനുള്ള നടപടികൾ സ്വീകരിച്ച ജനങ്ങളുടെ താങ്ങും തണലുമായി സർക്കാർ മാറേണ്ടതായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വല്ലാത്ത നിരാശയും അസംതൃപ്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM-ന് തുടർച്ചയായി 2ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ദയനീയമായിട്ടുള്ള പരാജയം വന്നു ചേർന്നത്. കേരളത്തിൽ 20 സീറ്റിൽ ഒരിടത്ത് മാത്രം ജയിക്കാനുള്ള ആർജവമേ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്കും അതിനെ നയിക്കുന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിനുമുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുന്നത് ഇത് 2ാമത്തെ തവണയാണ്. പിണറായി വിജയൻ നയിച്ചതും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയതും കേരളത്തിൽ മാത്രമായിരുന്നു. ആ കേരളത്തിൽ നേടിയത് കനത്ത തോൽവിയും. മറുവശത്ത് കോൺഗ്രസിനെ നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ നിന്ന് നയിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും പിണറായിക്ക് സതീശനോട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്രവും ലോക്സഭയിലും ആവർത്തിക്കപ്പെടുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ നടന്ന തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പുറമെയാണ് ലോക്സഭയിലും UDF-ന് മിന്നുന്ന വിജയം നേടാനായിരിക്കുന്നത്. തുടർ ഭരണം കിട്ടി ചരിത്രം രചിച്ച പിണറായിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പിൽ VD സതീശൻ ഇപ്പോൾ താരമായി തന്നെ മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് VD സതീശൻ തന്നെയായിരുന്നു. VD സതീശൻ തന്നെയായിരുന്നു. അതിന്റെ പിന്നാലെയായിരുന്നു പിണറായി. ആ പിണറായി തന്നെയാണ് ഇപ്പോൾ കൂട്ടത്തോൽവി നേരിട്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.